ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇന്നുമായിട്ട് മാർക്കറ്റിൽ വലിയൊരു കറക്ഷൻ നമുക്ക് കാണാൻ സാധിച്ചല്ലേ. ഈ കറക്ഷൻ ഒന്നും ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് സംഭവിച്ച കാര്യമൊന്നുമില്ല. ഇതൊക്കെ നേരത്തെ തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത കാര്യമാണ്. മാർക്കറ്റ് കയറി പോകുമ്പോൾ നമുക്ക് എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും മാർക്കറ്റ് അതേ സ്പീഡിൽ ഇറങ്ങിപ്പോകുന്നുള്ള കാര്യം. ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നിഫ്റ്റി EPS Q3 റിസൾട്ടിൻ്റെ ബേസിലുള്ള EPS Q2 റിസൾട്ട് ബേസിലുള്ള EPSമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, ഫ്ലാറ്റ് ആണ് ശരിക്കും. EPS ഫ്ലാറ്റ് ആകുമ്പം സ്ട്രെച്ചഡ് മാർക്കറ്റിൽ വാല്യുവേഷൻ ഭയങ്കരമായിട്ട് കൂടി നിൽക്കും. വാല്യുവേഷൻ കറക്ഷൻ എപ്പോഴും നിഫ്റ്റി സംഭവിക്കുന്ന കാര്യമാണ്, അതിൻ്റെ അകത്ത് അതിശയമൊന്നുമില്ല ശരിക്കും. നിഫ്റ്റി അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് SENX സ്മോൾ ക്യാപ്പ് ബേസിക്കലി ഒരു 2.6 ടു അറൗണ്ട് 3.6 റേഞ്ചിനുള്ളിൽ അത് മീനിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പം അപ്പോഴൊക്കെ കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ സ്മോൾ ക്യാപ്പ് ട്രേഡറാണ് ശരിക്കും. അപ്പോൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് എപ്പോഴൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതോ ബേസിക്കലി അഗ്രസീവ് മാർക്കറ്റിൽ നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന ഈ MED 13 ആണ്. ഈ MED 13 നിന്നും 2.6 ടു 3.6 റേഞ്ചിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന നേരത്തെ അപ്പോഴൊക്കെ സ്മോൾ ക്യാപിറ്റൽ കറക്ഷൻ കഴിഞ്ഞ 3-4 പ്രാവശ്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ചാർട്ട് അനാലിസിസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് പോലെ ലേണിംഗ് കർവായിട്ട് എടുക്കണം. അതുപോലെ തന്നെയാണ് നിഫ്റ്റി. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വല്ലാതെ സ്ട്രെച്ച്ഡ് ആകുന്ന മാർക്കറ്റിൽ ഒരു പരിധി കൂടുതൽ മാർക്കറ്റ് സ്ട്രെച്ച് ചെയ്ത് പോകുമ്പോൾ ശ്രദ്ധിക്കണം. അതിൽ മീൻ റിവേഷൻ വരാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. 100% മീൻ റിവേഷൻ സംഭവിച്ചിരിക്കും, ഒരു സംശയം വേണ്ട. പക്ഷേ മീൻ എന്ന് പറയുന്ന അത് മൂവിങ് ആവറേജ് ഓരോ മാർക്കറ്റിനും ഓരോ ഡിഫറെൻറ്റ് മൂവിങ് ആവറേജ് ആണ്. ഇപ്പോഴത്തെ അഗ്രസീവ് മാർക്കറ്റിൽ MED 13 ആണെങ്കിൽ മാർക്കറ്റ് കുറേ കൂടെ മോഡറേറ്റ് ആകുമ്പോൾ MED 20 മാറും. മാർക്കറ്റ് കുറേ കൂടെ താഴെ പോകുമ്പോൾ 50 മാറും. ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ സ്റ്റോക്കിലും മീൻ റിവേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. വളരെ ട്രെൻഡായിട്ട് പോകുന്ന സ്റ്റോക്സ് മാത്രമേ മീൻ റിവേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വർക്ക് ചെയ്യത്തുള്ളൂ. അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മീൻ റിവേഷനെ കുറിച്ച് പഠിക്കുക. ഇനി എന്താണ് അടുത്ത ലെവൽ എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റി ഇപ്പോഴും ഒരു പുൾ ബാക്കിൽ തന്നെയാണ്. നിഫ്റ്റി ഹയർ സ്ട്രെച്ചർ ഇപ്പോഴും നിഫ്റ്റിയിൽ നിന്ന് മാറിയിട്ടില്ല. ഇത് തന്നെയാണ് സ്മോൾ ക്യാപ്പിൻ്റെയും അവസ്ഥ ശരിക്കും. ഇറ്റ്സ് എ പുൾ ബാക്ക് എന്ന ലെവലിൽ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ. പുൾ ബാക്കിൽ നിന്നും സെല്ലിലേക്ക് വരണമെങ്കിൽ എന്തെല്ലാം വേണമെന്നുള്ള കാര്യം ഞാൻ ചാർട്ടിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ചാർട്ട് കൊടുത്ത് ഞങ്ങൾ മനസ്സിലാക്കുക. റിസൾട്ടിൻ്റെ ബേസിൽ സ്ട്രോങ് സ്റ്റോക്കുകൾ കണ്ടുപിടിക്കുക. ഈ സ്ട്രോങ് സ്റ്റോക്കുകൾ റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് RSI അല്ല, ദിസ് ഇസ് റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഈ കൺസെപ്റ്റ് കുറേ പഠിക്കാനുള്ള സംഗതിയാണ്. ഞാൻ ബേസിക്കലി ഉപയോഗിക്കുന്ന റിലേറ്റീവ് സ്ട്രെങ്ത് 55 21 കൂടുതൽ കോമ്പിനേഷൻസ് ആണ്. ഈ കോമ്പിനേഷൻസിൻ്റെ ഗുണം എന്താണ്? 55 ട്രെൻഡ് ചെയ്യുമ്പം 21 ട്രെൻഡ് ചെയ്താൽ എന്താണ് പ്ലസ്, 55 ട്രെൻഡ് ചെയ്യുമ്പോൾ 21 വീക്കായാൽ എന്താണ് മൈനസ്. അങ്ങനെ ഓരോ കാര്യം കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഈ റിലേറ്റീവ് സ്ട്രെങ്ത് ഉള്ള കൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് റിസൾട്ട് കൊണ്ട് നല്ലതായിട്ടുള്ള സ്റ്റോക്കുകൾ, ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, അതിങ്ങനത്തെ ഈ എന്താ പറയുക കറക്ഷൻസ് വരുമ്പോൾ ഈ കറക്ഷനിൽ പോലും സ്ട്രോങ് ആയിട്ടിരിക്കുന്ന സ്റ്റോക്കുകൾ ഇന്ന് തന്നെ ഒരു 4-5 സ്റ്റോക്കുകൾ സ്മോൾ ക്യാപ്പിൽ മിനിമം സ്ട്രോങ് ആയിട്ടിരിക്കുന്ന സ്റ്റോക്കുകളുണ്ട്. ചില സ്റ്റോക്കുകൾ 8% 10% വരെ കൊടുത്തു ഇന്നത്തെ മോശം മാർക്കറ്റിൽ പോലും. ഇങ്ങനത്തെ സ്റ്റോക്കുകളെ കണ്ടിട്ട് ഇങ്ങനത്തെ സ്റ്റോക്കുകളുടെ റിസൾട്ട് അനലൈസ് ചെയ്യുക, ഇങ്ങനത്തെ സ്റ്റോക്കുകളുടെ സ്ട്രെങ്ത് റിലേറ്റീവ് സ്ട്രെങ്തിൻ്റെ ബേസിൽ അനലൈസ് ചെയ്യുക. അങ്ങനത്തെ സ്റ്റോക്കുകളിൽ ഫോക്കസ് ചെയ്താൽ തിരിച്ച് സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ നിഫ്റ്റി തിരിച്ച് കയറാൻ നേരത്തെ ഇങ്ങനത്തെ സ്റ്റോക്കുകളിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ഉള്ള റെസിസ്റ്റൻസ് സോൺ നോട്ട് ചെയ്തതിന് ശേഷം ആ സോണിനെ കട്ട് ചെയ്തുള്ള ക്യാൻഡിലും പൊളിയും അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ടുള്ള ട്രേഡ്സ് പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഇതാണ് മാർക്കറ്റ് നടന്ന കാര്യം. ഞാൻ 2-3 ചെറിയ കൺസെപ്റ്റ്സ് നിങ്ങളോട് ഞാൻ ചാർട്ടിൽ കാണിച്ചു തരുന്നുണ്ട്. കൺസെപ്റ്റ്സുകളെ കുറിച്ച് മനസ്സിലാക്കുക. കാര്യം ഇതൊക്കെ നമുക്ക് നാളെ നമ്മൾ പെട്ട് ട്രേഡാക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ചാർട്ടിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ഇപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടാണുള്ളത്. നമ്മുടെ നിഫ്റ്റി നോക്കാൻ നേരത്ത് നിഫ്റ്റിയിൽ ഈ ഒരു ലെവലിന് ശേഷം ഇതൊരു ബ്രേക്കൗട്ട് ലെവലാണ്. ഇതാണ് ബ്രേക്കൗട്ട് കൊടുത്ത ലെവൽ. നമ്മൾ കുറച്ചുകൂടെ ഞാൻ ക്ലീനായിട്ട് കാണിച്ചു തരാം. ഇതാണൊരു ബ്രേക്കൗട്ട് കൊടുത്ത സോൺ. ഈ സോണിന് ശേഷം ഇതാണ് ബ്രേക്കൗട്ട് കൊടുത്തിട്ട് നിഫ്റ്റി കയറിപ്പോയി. വീണ്ടും ബ്രേക്കൗട്ട് സോണിൽ പുൾ ബാക്ക് വന്നു, വീണ്ടും കയറിപ്പോയി, വീണ്ടും പുൾ ബാക്ക് വന്നു. പുൾ ബാക്ക് വന്നിട്ട് വീണ്ടും ബ്രേക്കൗട്ട് സോണിൽ നിന്ന് താഴെ പോയി. പുൾ ബാക്ക് ഈ ലെവൽ വരെയൊക്കെ വരാം, അതിൻ്റെ അകത്തൊന്നും കുഴപ്പമില്ല. അതിനുശേഷം വീണ്ടും കയറിപ്പോയി. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബ്രേക്കൗട്ട് സോണിന് മുമ്പ് നിഫ്റ്റിയുടെ ബ്രേക്കൗട്ട് സോൺ എന്ന് പറയുന്നത് ഈ ലെവലായിരുന്നു. ഈ ലെവലിൽ നിന്നാണ് പുതിയ ബ്രേക്കൗട്ട് കൊടുത്ത് പിന്നെ അവിടുന്ന് പുൾ ബാക്ക് വന്ന് കയറിപ്പോയത്. അപ്പം നിഫ്റ്റിയുടെ സ്വിംഗ് ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതിൻ്റെ ഏറ്റവും ക്രിട്ടിക്കൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്വിംഗ് ലോ എന്ന് പറയുന്നത് ഈ സോണിലെ ലോയാണ്. ആ ലോ എന്ന് വെച്ചാൽ ഗ്രീൻ ക്യാൻഡിലെ ലോയാണ്. ആ ലോ എന്ന് വെച്ചാൽ 21060 ആണ്. നിഫ്റ്റിയുടെ ലോ എന്ന് പറയുന്നത് 21060. ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോവസ്റ്റ് വിക്കാണ്. നമുക്കിത് ഇവിടെ വയ്ക്കാം. ഇതാണ് ലോവസ്റ്റ് വിക്ക്. ഇതാണ് നിഫ്റ്റിയുടെ സ്വിംഗ് ലോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ബ്രേക്കൗട്ടിന് ശേഷം നിഫ്റ്റി കയറിപ്പോയിട്ട് തിരിച്ച് പുൾബാക്കി വന്ന് വീണ്ടും കയറിപ്പോയിട്ട് തിരിച്ച് പുൾബാക്കി വന്നിട്ട് ഈ സ്വിംഗ് ലോ വരെ നിഫ്റ്റി വന്നാൽ പോലും നിഫ്റ്റിയുടെ സ്ട്രക്ചറിനെ ബാധിക്കുന്നില്ല. അതാണ് നമ്മളിത് ഈ ക്യാൻഡിൽ കണ്ടത്, ഈ ഗ്രീൻ ക്യാൻഡിൽ കണ്ടത്. ഞാൻ ഈ പറഞ്ഞ ക്ലോസിംഗ് ബേസിസിലാണ്. ഡേ ടൈമിലൊക്കെ താഴെ ഇറങ്ങിയിട്ട് തിരിച്ചു കയറാം, അതൊന്നും ഒരു ഇഷ്യൂ അല്ല. ക്ലോസ് ചെയ്യാൻ നേരത്ത് ഗ്രീൻ്റെ ലോ എന്ന് പറയുന്നത് 21,060 21060 കട്ട് ചെയ്യാതെ താഴെ പോകാതെ
21,600 മേളിൽ ക്ലോസ് ചെയ്താൽ നിഫ്റ്റിയുടെ സ്ട്രക്ചർ ഇൻടാക്റ്റ് ആണ്, നിഫ്റ്റി എപ്പോഴും പുൾ ബാക്ക് ആണ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം. അപ്പോൾ ഇപ്പോൾ നിഫ്റ്റി നടക്കുന്നത് സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ്. നിഫ്റ്റിയിൽ പ്രത്യേകിച്ച് പോസിറ്റീവ് ന്യൂസൊന്നുമില്ല, എന്നാൽ നെഗറ്റീവ് ന്യൂസും വലുതായിട്ടില്ല. നിഫ്റ്റി നടക്കുന്ന സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. ഈ സൈഡ് വേസ് മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ നിഫ്റ്റിയിൽ ഒരു ഗേറ്റ് എൻകറി പുൾ ബാക്ക് വന്നു, വീണ്ടും ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു, വീണ്ടും പുൾ ബാക്ക് വന്നു, പുൾ ബാക്ക് വന്നിട്ട് വീണ്ടും ഓൾ ടൈം ഹൈയുടെ അടുത്ത് പോയി, വീണ്ടും പുൾ ബാക്ക് വന്നു. ഈ ഒരു സ്ട്രക്ചർ കിടന്ന് കളിക്കുന്നത് നിഫ്റ്റിയിൽ സൈഡ് വേസ് മൂവ്മെൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ സൈഡ് വേസ് മൂവ്മെൻറ്റ് ഇവിടെ ഈ ലെവലിൽ നിന്ന് മാറണമെങ്കിൽ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ഈ ഒരു ലെവലുണ്ട്, ആ ലെവലിൽ വീണ്ടും പുൾ ബാക്ക് എടുത്ത് നിഫ്റ്റി മുകളിലേക്ക് പോകുമെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ആ ലെവലിൽ പുൾ ബാക്ക് എടുത്തിട്ട് നിഫ്റ്റി മുകളിലേക്ക് പോയി. അത് വലിയൊരു കാര്യം എന്ന് കഴിച്ച പ്രാവശ്യം ഈ ലെവലിൽ പുൾ ബാക്ക് എടുത്തുകൊണ്ട് പോയിട്ടാണ് വീണ്ടും ഓൾ ടൈം ഹൈയിലേക്ക് പോയത്. അതിനുശേഷം വീണ്ടും പുൾ ബാക്ക് സോണിലേക്ക് വീണ്ടും പുൾ ബാക്ക് വന്നു. ഈ സോൺ എന്ന് പറയുന്നത് ഈ രണ്ട്, ദാറ്റ് മീൻസ് 21,696-നും 21 ഈ ഒരു ഫിഗർ 21,593 പ്ലസ് ഓർ മൈനസ് 10 പോയിന്റ്സ് അങ്ങോട്ടും മാറാം. ഈ സോണിൽ തിരിച്ചു കയറുമെന്നുള്ളതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. അല്ല തിരിച്ചു കയറാതെ താഴെ വരുവാണെങ്കിൽ നിഫ്റ്റി ഇത് ഈ ലെവൽ വരെ, ഈ ഗ്രീൻ ക്യാൻഡലിലെ ലോ വരെ, ദാറ്റ് മീൻസ് സംതിങ് അറൗണ്ട് ഈ ലോ വരെ വന്നാലും നിഫ്റ്റി പുൾ ബാക്കിലാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ട്രെൻഡ് ലൈൻ, ആ ട്രെൻഡ് ലൈനിൽ നിന്നും നിഫ്റ്റി ഇന്ന് താഴെ പോയി എന്ന് പറയാം. നിഫ്റ്റി താഴെ പോയി, ഈ ട്രെൻഡ് ലൈനെ കുറച്ച് അഗ്രസീവ് ട്രെൻഡ് ലൈനാണ്, അതിൻ്റെ അടുത്തുനിന്ന് താഴെ പോകുന്ന പറയാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴും നിഫ്റ്റി പുൾ ബാക്ക് സോണിനടുത്ത് നിൽക്കുന്നതുകൊണ്ട് പുൾ ബാക്ക് ആണല്ലോ എന്നുള്ള വരുന്ന ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. പുൾ ബാക്ക് അല്ല നിഫ്റ്റി കൊണ്ട് താഴെ പോവുകയാണെങ്കിൽ ഈ ഗ്രീൻ ക്യാൻഡലിലെ ലോ ആണ് സ്വിംഗ് ലോ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. 21060 ആണ് സ്വിംഗ് ലോ. അതിന് താഴെ പോയാൽ മാത്രമേ നിഫ്റ്റി സ്ട്രക്ചർ വീക്ക് ആകത്തുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, CNX ഞാൻ സ്മോൾ ക്യാപ് ട്രേഡ് ആയതുകൊണ്ട് ഞാൻ നിഫ്റ്റിയെ പോലെ തന്നെ CNX സ്മോൾ ക്യാപ്പിനും ക്രിട്ടിക്കൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. സോ നമ്മുടെ മുമ്പിൽ CNX സ്മോൾ ക്യാപ്പിൻ്റെ ഇൻഡെക്സ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. നിങ്ങൾ നോക്കണം, ഇവിടെ ആണ് ബ്രേക്ക്ഔട്ട് എടുത്ത് കയറിപ്പോയത്. അതിന് മുമ്പുള്ള ബ്രേക്ക്ഔട്ട് സോൺ ഈ സോൺ ആയിരുന്നു. ഈ ഗ്രീൻ ക്യാൻഡലിൽ ഇവിടെ ബ്രേക്ക്ഔട്ട് എടുത്തിട്ട് കയറിപ്പോയി ശരിക്കും. അപ്പം ഈ സോണിലെ ലോ, ക്യാൻഡലിലെ ലോ ആണ് ബേസിക്കലി നമ്മൾ സ്വിംഗ് ലോ ആയിട്ട് എടുക്കുന്നത്. ആ ലോ എന്ന് പറയുന്നത് ഈ ക്യാൻഡലിലെ ലോ ആണ്. ഈ ക്യാൻഡൽ ലോ എന്ന് പറയുന്നത് 14,936. സോ 14,936 വരെയൊക്കെ ഒരു പക്ഷേ എന്താ പറയണ്ടേ, ഇത് സ്മോൾ ക്യാപ് ഇൻഡെക്സ് താഴെ വന്നാൽ നമുക്ക് സ്ട്രക്ചർ കൊളാപ്സ് ആയെന്ന് പറയാൻ സാധിക്കത്തില്ല. ഇനി താഴെ പോയാൽ മാത്രമേ, താഴെ ക്ലോസ് ചെയ്യണം, ഡേ ടൈം ഫ്രെയിം ക്ലോസ് ചെയ്താൽ മാത്രമേ സ്ട്രക്ചർ കൊളാപ്സ് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വലിയ രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ ആ കാര്യങ്ങൾ നിങ്ങളോട് പറയാം. നിങ്ങൾ ഇപ്പോൾ ഇങ്ങനത്തെ മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനത്തെ മാർക്കറ്റിൽ നിന്നല്ല ഏത് മാർക്കറ്റിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, റിസൾട്ട് അനാലിസിസ് സ്ട്രോങ് ആയിട്ട് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ബെസ്റ്റ് റിസൾട്ട് സ്റ്റോക്കുകൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ആദ്യം മുഖവരെ പറഞ്ഞ പോലെ റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. ആർസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അനാലിസിസ് ഉണ്ട്. റിലേറ്റീവ് സ്ട്രെങ്ത് 55 ഉണ്ട്, റിലേറ്റീവ് സ്ട്രെങ്ത് 21 ഉണ്ട്, ഡേ ടൈം ഫ്രെയിം അനലൈസ് ചെയ്യുന്നവരുണ്ട്, വീക്കിലി അനലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഈവൻ 2 hours ടൈം ഫ്രെയിം അനലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓരോ അനാലിസിസിനും ഓരോ കോമ്പിനേഷൻ ഓഫ് അനാലിസിസിൻ്റെയും ഇൻ്റർപ്രിട്ടേഷൻ വേറെയാണ്. അപ്പോൾ ഈ റിലേറ്റീവ് സ്ട്രെങ്തിനെ കുറിച്ച് നിങ്ങൾ അർജൻറ്റായിട്ട് പഠിക്കണം. ഈ മാർക്കറ്റിൽ നിങ്ങളിൽ നിന്ന് പോകണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. സാധാരണപ്പെടുത്തുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ആ റിലേറ്റീവ് സ്ട്രെങ്തും നിങ്ങളുടെ റിസൾട്ട് അനാലിസിസ് കോമ്പിനേഷൻ്റെ ഒരു എക്സ്പെർട്ടൈസും കൂടെ വന്നതിന് ശേഷം ഇങ്ങനത്തെ വീക്കാവുന്ന മാർക്കറ്റിൽ സ്ട്രോങ് ആവുന്ന സ്റ്റോക്കുകളെ നിങ്ങൾ കണ്ടെത്തുക. ഈ സ്ട്രോങ് ആവുന്ന സ്റ്റോക്കുകൾ നിങ്ങൾ മാർക്കറ്റ് ഒരിക്കലും കയറി പോകത്തില്ല, ഒരിക്കലും ഇറങ്ങി പോകത്തില്ല. ഇറക്കം എവിടെ സ്റ്റോപ്പ് ചെയ്ത് മാർക്കറ്റ് തിരിച്ചു കയറുന്നോ, ഈ സ്ട്രോങ് ആയിട്ട് സ്റ്റോക്കുകൾ നിങ്ങൾ തിരിച്ചു കയറുന്ന ഒരു പ്രവണത കണ്ടാൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോൺ നിങ്ങൾ മാർക്ക് ചെയ്തിടുക. ആ സോൺസ് കട്ട് ചെയ്ത് സ്ട്രോങ് ക്യാൻഡിൽ വിത്ത് വോളിയം വരുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പ്ലോറേഷന് പറ്റിയ സോണാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഫ്രണ്ട്സ്, ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ ലെവൽസൊക്കെ നിങ്ങളെ മനസ്സിൽ നോട്ട് ചെയ്യുക. ആ ലെവലിലൊക്കെ നിഫ്റ്റി അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ്, നിങ്ങൾ സ്മോൾ ക്യാപ്പ് ട്രേഡ് ആണെങ്കിൽ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് മനസ്സിലാക്കുക. ആ സമയത്തുള്ള ക്യാൻഡിൽസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ആ സമയത്തുള്ള വോളിയം മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം. പ്രൊവൈഡ് നിങ്ങൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണും ഇമ്മീഡിയറ്റ് റെസിസ്റ്റ് സോണും തീർച്ചയായും വരച്ചിടണം. അതുപോലെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് സോണും നിങ്ങൾ വരച്ചിടണം. സോ സൈനിങ് ഓഫ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.